ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. തുളസിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. തുളസിക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട്. അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്വസന പ്രശ്നങ്ങൾ കുറയ്ക്കാനും സമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും സഹായിക്കും. കൂടാതെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട്. തുളസിക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ജലദോഷം, ചുമ, പനി തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തടയാനും കഴിവുണ്ട്. ഇത് മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും ചർമ്മരോഗങ്ങൾ തടയാൻ ഉപയോഗിക്കാം. തുളസിയിലയിൽ വിറ്റാമിൻ എ, സി, കെ, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു പ്രത്യേക തരം തുളസി ഇനമാണ് മലം തുളസി. ഇത് സാധാരണ തുളസിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഔഷധ ഗുണങ്ങൾ കൂടുതൽ ഉണ്ട്. വനം തുളസിയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞുതരാം. ചുമ, ജലദോഷം എന്നിവയ്ക്ക് ഇത് ഉത്തമമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ചർമ്മരോഗങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഫലപ്രദമാണ്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. പനി, തലവേദന എന്നിവയെ ശമിപ്പിക്കുന്നു. വനതുളസിക്ക് ഔഷധ ഗുണങ്ങൾ ധാരാളം ഉണ്ട്. ഇത് ചുമ, ജലദോഷം, പനി, തൊണ്ടവേദന, ഉദരരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് നല്ലതാണ്. കൂടാതെ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തുളസി പ്രധാനമായും 4 തരമുണ്ട്. രാമതുളസി, കൃഷ്ണതുളസി, വനതുളസി, കപൂർ തുളസി എന്നിങ്ങനെ 4 തരമാണ് തുളസികൾ ഉള്ളത്. കപൂർ തുളസിയെക്കുറിച്ച് പറഞ്ഞുതരാം. കപൂർ തുളസിക്ക് കർപ്പൂരത്തിൻ്റെ ശക്തമായ സുഗന്ധമാണ് ഉള്ളത്. ഇത് ഔഷധ ഗുണങ്ങൾക്കും കീടങ്ങളെ അകറ്റാനുമുള്ള കഴിവും പേരുകേട്ടതാണ്. ചുമ, തൊണ്ടവേദന, ഉദരരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയെ ശമിപ്പിക്കുന്നു. കൂടാതെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗസ് ഗുണങ്ങൾ ഉണ്ട്. കൃഷ്ണതുളസി. കൃഷ്ണതുളസിയുടെ ഇലകൾക്ക് കറുപ്പ് കലർന്ന വയലറ്റ് നിറമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് ലഭിച്ചത്. അണുബാധ, പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നിവ ചികിത്സിക്കാൻ തുളസി സഹായിക്കുന്നു. കൂടാതെ ഇതിന് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുമുണ്ട്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.